സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ അതിൽ ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അവരെല്ലാവരും വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ചാനൽ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പരിപാടി, ആ പരിപാടിയിൽ കൂടി ഒരുപാട് ആളുകളെ സമൂഹത്തിൽ എല്ലാ ആളുകളും അറിയപ്പെടുകയും അവർക്കെല്ലാം പലതരത്തിലുള്ള ഇനോഗ്രേഷൻസും അവർക്കെല്ലാം പലതരത്തിലുള്ള ക്ഷണങ്ങളും എല്ലാം കിട്ടുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പല വീഡിയോകളിലും പല കാര്യങ്ങളിലും ഒക്കെ കണ്ടതാണ്. ആ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കരിയർ ചേഞ്ച്, ഒരു ഗെയിം ചേഞ്ചർ ആണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അതിലേക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്ന ഒരു തരത്തിലേക്ക് എല്ലാ ആളുകളും, അതിൽ വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റും മാറി എന്നുള്ള കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ 2 ദിവസം ആയിട്ടേ ഉള്ളൂ, അതായത് ഈ മലബാർ ഗ്രൂപ്പിന്റെ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഗ്രൂപ്പിന്റെ ഓണറായിട്ടുള്ള മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫൈസൽ AK മലബാർ എന്നാണ് അവൻ്റെ പേര്. ഫേസ്ബുക്കിൽ അവൻ ഇട്ടിരിക്കുന്ന പേര് അത് തന്നെയാണ്. പണമുള്ളതിൻ്റെ അഹങ്കാരവും തന്തയില്ലായ്മയും തോന്നിവാസവും എല്ലാം വലിയ രീതിയിലുള്ള ഒരാൾ തന്നെയാണ്. ഈ നമ്മുടെ സമൂഹത്തിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിവേചനമില്ല എന്നൊക്കെ പറയുമ്പോഴും LGBTQ ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒക്കെയും ഇതുപോലെയുള്ള പണച്ചാക്കുകളുടെയൊക്കെ ഉള്ളിലുള്ള മനോഗതി എന്താണെന്ന്, ഇവന്മാരുടെയൊക്കെ വികാരം എന്താണെന്ന്, ഇവന്മാരുടെയൊക്കെ ചിന്താഗതി എന്താണെന്നുള്ളതുമൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ കൂടി നമുക്ക് പ്രകടമാണ്. എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ. സോഷ്യൽ മീഡിയ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് നല്ലതാണ്, മോശമാണെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിഷജന്തുക്കളെയും ഇങ്ങനെയുള്ള ക്രൂരന്മാരെയും ഇങ്ങനത്തെ വൃത്തികളുടെ ചിന്താഗതി ഉള്ളവന്മാരുടെയും തന്തയില്ലാത്തവന്മാരുടെയും സ്വഭാവങ്ങൾ കാണാനുമൊക്കെയും ഈ സോഷ്യൽ മീഡിയ ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. ഞാൻ കണ്ടൊരു പോസ്റ്റിൽ ഒരാൾ ഇട്ടിരിക്കുന്നത്, ലോകം മുഴുവൻ കേൾക്കെ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ക്ഷണിച്ചവരാണിവർ, പിന്നെ ആ നിന്റെയൊക്കെ പട്ടിക്കൂട്. എനിക്ക് പണ്ടും മലബാർ ഗ്രൂപ്പിനോട് പുച്ഛമേ ഉള്ളൂ. ഈ പോസ്റ്റ് തങ്ങൾ മുക്കിയത് കൊണ്ട് ആരും കാണാതെ പോകില്ല. ഡാഡ്ലെസ് ബിഹേവിയർ ആകാം. ഇത് ഇങ്ങനെ തന്നെ നാട്ടുകാരെ കാണിക്കണോ? കഷ്ടം തന്നെ. വലിയോന്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് പോയ പോലെയാ ഈ മൈരിലെ വീടൊക്കെ ഒരു വെള്ളപ്പൊക്കത്തിലോ ഭൂമി കുലുക്കത്തിലോ തീരും. അത് ഒരു രോക്ഷമായിട്ട് അല്ലെങ്കിൽ അവരോടുള്ള ഒരു ദേഷ്യമായിട്ട് തന്നെയാണ് ഒരാൾ ഇട്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലബാർ ഗ്രൂപ്പിന്റെ ഒരു വീടിന്റെ വലിയൊരു സമുച്ചയമാണ്, ഒരു കൊട്ടാര സമുച്ചയം അല്ലെങ്കിൽ കെട്ടിട സമുച്ചയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വീട് പണിയുകയും ആ വീട്ടിലേക്ക് അതിൽ അതിഥികളായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളെ വിളിച്ചിട്ട് ഇവൻ ഒരുപാട് പോസ്റ്റുകൾ ഇവന്റെ ഇൻസ്റ്റഗ്രാമിൽ, സോഷ്യൽ മീഡിയ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർജുൻ അശോകൻ വരുന്നു, പല സിനിമാ നടന്മാരും വരുന്നു. നമുക്കറിയാം വലിയ വലിയ ആളുകളുടെയൊക്കെ ഒരു വീടിന്റെ ഒരു ഇനോഗ്രേഷനോ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വിളിക്കുന്നത് അവരുടെ അതേ തലത്തിലുള്ള വലിയ വലിയ ആളുകളെയൊക്കെ ആയിരിക്കും. ഇപ്പൊ അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള, അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന 2 പേരാണ് നൂറയും ആദിലയും. അപ്പൊ ഈ 2 പേരും LGBTQ എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന സുവർഗ അനുരാഗികൾ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക്, അതായത് ആണും പെണ്ണും കല്യാണം കഴിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം പെണ്ണും കല്യാണം കഴിക്കുക, ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് ജീവിക്കുക, ഗേ, അതായത് പയ്യനും കല്യാണം കഴിക്കുക, ഗേ ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്ന, ഗേ കപ്പിൾസ് ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്ന, അത് അയ്യേ എന്ന് പറഞ്ഞിരുന്ന ആളുകളെ കൊണ്ട് അത് ആഹാ എന്ന് പറയിപ്പിച്ചവരാണ് ഇവർ 2 പേരും. അതിൽ യാതൊരു സംശയം ആർക്കും ഇല്ല. അങ്ങനെ എല്ലാ LGBTQനും സപ്പോർട്ടല്ല, പക്ഷേ ഈ നൂറയും ആദിലയും എന്താണ് ജീവിതമെന്ന് കാണിച്ചു തന്നതാണ്. ഇതിൽ ഈ LGBTQ അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെയുള്ള ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനെയൊക്കെ കുറ്റം പറയുന്നവരൊന്ന് ചിന്തിക്കുക. നമ്മുടെ സമൂഹത്തിൽ 100% എല്ലാവരുടെയും വിവാഹ ചടങ്ങുകൾ അല്ലെങ്കിൽ വിവാഹമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത് ഇന്നും ഡിവോഴ്സ് ഒന്നും ആവാതെ അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്ന എത്ര ബന്ധങ്ങളുണ്ട്, സ്നേഹബന്ധങ്ങളുണ്ട്, എത്ര വിവാഹ ബന്ധങ്ങളുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിരളമായിരിക്കും അല്ലേ? പണ്ടത്തെ ആളുകളെ പോലെയല്ല ഇന്നത്തെ ആളുകളുടെ ചിന്താഗതി. പണ്ടത്തെ ആളുകൾ വിവാഹം, കുട്ടികൾ എന്നൊക്കെ പറയുന്ന വലിയൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ വലിയൊരു കാര്യമായിട്ടൊക്കെ എടുത്തിരുന്നു, ഒരു ആചാരം പോലെയായിരുന്നു. എന്നാൽ ഇന്നോ തുണി മാറുന്നത് പോലെ ആണിന് പെണ്ണിനെയും ആണിനെയും മാറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിവോഴ്സ് എന്ന് പറയുന്നൊരു പരിപാടി അതെങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് പലരും ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരിടത്ത് ഒരു പെണ്ണും സ്നേഹിക്കുകയും അവർ ജീവിക്കുകയും അവരുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളും എല്ലാം ഒരുമിച്ച് പങ്കുവെക്കുകയും അത് ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോഴും അവരത് കാണിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എനിക്ക് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ പോയതിനു ശേഷം വലിയ താല്പര്യമില്ലാതായതാണ്. എന്നിരുന്നാൽ തന്നെയും ഇവർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്നേഹബന്ധം, അത് പെണ്ണായാലും ആണായാലും സ്നേഹം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു 2 പേര് ഇവരുടെ വീട്ടിലേക്ക്, അതായത് ഇവൻ വിളിച്ചു വരുത്തിയിട്ടാണ് ഇവൻ ഈ പറയുന്ന ഡബിൾ ഫാദർ സിൻഡ്രം കാണിച്ചത്. ഇവൻ എത്ര വലിയ പൂക്കോയിക്കല മോനാണെന്നുണ്ടെങ്കിലും തോന്നിവാസം കാണിച്ച തോന്നിവാസം ആണെന്ന് തന്നെ പറയും. പകൽമാന്യന്റെ മുഖമാണ് ഇതിൽ കൂടി വ്യക്തമാകുന്നത്. അവൻ പറഞ്ഞ ഒരു കാര്യം, അതായത് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പോയത്. ഇവൻ ഒരുമിച്ച് നിർത്തി ഫോട്ടോയും എല്ലാം എടുത്തതിന് ശേഷം ഇവൻ വൈകുന്നേരം പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായും സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല.
അതായത് ഇവരെ വിളിച്ചത്, ഞാൻ വേറൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. എന്തായാലും ഞാനിത് പറയുന്നതിന് മുൻപ് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കണം. അത് കണ്ടാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നേരത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ വീഡിയോ എന്തായാലും ഒന്ന് പ്ലേ ചെയ്യാം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ഞാൻ, എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ, അതുപോലെ ഈ സീസൺ 7 ആദില നൂറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫൈസൽ കാർഡ് ഹൗസ് വാമിങ്ങിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു, ഇൻവിറ്റേഷനൊക്കെ അയച്ചു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ്, ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽ കാർഡ് FB പോസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നുമല്ല, വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ലേ, എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെയാണ്. അപ്പോ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾ ഒട്ടും ഫൈസൽക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ. പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി. ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല, അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്. എന്നിലൂടെ, അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ്, അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു, പിന്നെ അവരെന്താ ചെയ്യണ്ടേ? വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണോ, മരിക്കണം? വീട്ടുകാർ കൊല്ലുന്നു പറഞ്ഞു, സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവര് പറയുന്നതും അനുസരിച്ച് താല്പര്യമില്ലാത്ത കല്യാണം കഴിച്ച്. കണ്ടില്ലേ ആ പെൺകുട്ടി പറയുന്നത്? കണ്ടില്ലേ? എന്നിട്ട് ഇവന്റെ പോസ്റ്റിൽ ബാക്കിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതായത് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിൽ കൂടി പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇവൻ ഇത് രാവിലെയാണ് പോസ്റ്റ് ചെയ്തതെന്നാണ്. അതാണ് ആ കുട്ടി പറയുന്നത്. എടാ, ആണത്തമുണ്ടെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് മുക്കിയിട്ട് നിനക്ക് പോകേണ്ട ആവശ്യമാണ്. അതൊക്കെ വലിയ പണമുണ്ട്, പിടിപാടുണ്ട്, എല്ലാം മറ്റതും ഉണ്ട്. എന്നാൽ അറിവോ അല്ലെങ്കിൽ വിവേകമോ വകതിരിവോ എന്നൊക്കെ നിന്റെ വട്ടപൂജ്യമാണ്. ഇങ്ങനത്തെയൊക്കെ വൃത്തികെട്ട ചിന്താഗതി മോഹൻലാൽ പറഞ്ഞു മോഹൻലാലിൻ്റെ വീട്ടിൽ കയറ്റുന്നു. എന്തായാലും അത്രയൊന്നും ഇല്ല. നീ കുറച്ച് പണം കിട്ടി, നിന്റെ കുറച്ച് സംരംഭങ്ങൾ തുടങ്ങി, കുറേ ജനങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് തന്നെ നിന്റെയൊക്കെ പ്രോഡക്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് അവരൊക്കെ അത് വാങ്ങുന്നു, അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് വാങ്ങുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് നീയൊക്കെ ജീവിച്ച് ഫുഡ് പഠിച്ച് വലിയ രീതിയിൽ അങ്ങ് മെഴുകി പോവുകയാണ്. എന്നിട്ട് സമൂഹത്തിലുള്ള ആളുകളെ കണ്ട് നിനക്കൊക്കെ പുച്ഛം അല്ലടാ. കുറച്ചെങ്കിലും വാല്യൂ വേണടാ, ആണത്തം വേണം. ആണുങ്ങളായ കുറച്ചെങ്കിലും ലോജിക്ക് വേണം. ഒരു സാധനം ഇട്ടിട്ട് അത് മുക്കിയിട്ട് മുതലാളി അങ്ങ് പോയി, അത് അവിടെ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. അതായത് ആദില നൂറ എന്താണ് ചെയ്തത്? നിങ്ങൾ ഇതിൽ കുറേ പേർ മെഴുകലുണ്ട്. അതായത് പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടിരിക്കുന്നതിൽ കുറേ പേര് മെഴുകിയേക്കുന്നത് ഫൈസലൊക്കെ ചെയ്തതാണ് ശരി. അതായത് സമൂഹത്തിലെ വലിയൊരു വിപത്തിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെ വേണമെന്നാണ് പലരും പറയുന്നത്. എന്താണ് വലിയ വിപത്ത്? നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ അടുത്ത വീടുകളിലും അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലുള്ള നിങ്ങൾ പല ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും. എത്രയോ വൈവാഹിക ബന്ധം അല്ലെ എത്ര വിവാഹ ബന്ധങ്ങളാണ് തകർന്നിരിക്കുന്നത് ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലൊക്കെയാണ്. അതും ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമാണ്. അതെല്ലാ രീതിയിലും എല്ലാ ചടങ്ങുകളും ചെയ്ത് ജാതകം നോക്കി, മതം നോക്കി, അവരുടെ പൊരുത്തം നോക്കി, എല്ലാം നോക്കിയിട്ടാണ് അവരെ കെട്ടിച്ചു വിടുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ആ വിവാഹ ബന്ധങ്ങൾ തകരുന്നു? അങ്ങനെയുള്ളൊരു കാര്യത്തിൽ അതൊരു വിപത്തല്ലേ? ആ വിവാഹ ബന്ധങ്ങൾ എല്ലാം നോക്കി ജ്യോത്സ്യനെയൊക്കെ വിളിച്ചു വരുത്തി വലിയ പൂജകളും കാര്യങ്ങളും ചെയ്ത് ദോഷങ്ങളും മാറ്റി കെട്ടുന്ന കല്യാണം, അങ്ങനെയുള്ളതിൽ അവർക്ക് പ്രശ്നങ്ങൾ വരുന്നില്ലേ? അതിൽ വലിയ ലോജിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ ചിന്താഗതി നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. അവർ രണ്ട് വ്യക്തിത്വങ്ങളാണ്. അതിപ്പോൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് രണ്ടുപേർക്കും മനസ്സുണ്ട്, അവർക്ക് രണ്ടുപേർക്ക് സ്നേഹിക്കാനുള്ളൊരു കഴിവുമുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് അവർ ജീവിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അവരെ മോഹൻലാൽ പോലും ഇത്രയും അറിവും വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനായിട്ടുള്ള മോഹൻലാൽ വീട്ടിൽ കയറ്റാന്ന് പറഞ്ഞിട്ടും ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരുടെ ചിന്താഗതി അല്ല ഇവന്മാർ പറയുന്നത് ഞാൻ സമൂഹത്തിലേക്ക് എന്തോ വലിയ രീതിയിൽ എന്തോ മോശമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ മലബാർ ഗ്രൂപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒന്ന് പറയണം. അല്ല, എത്രയും വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടല്ലോ, സമൂഹത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള എന്തൊക്കെ മെഴുകുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഗോൾഡിന്റെ വില കൂട്ടുക, ബാക്കിയുള്ള മലബാറിന്റെ വിഷയങ്ങളിൽ എല്ലാ സാധനങ്ങളുടെയും വില കൂട്ടുക, അതിൽ കൂടി ലാഭം ഉണ്ടാക്കി ജീവിക്കുക, മറ്റുള്ള പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ. എല്ലാ ബിസിനസ്സുകാരന്മാരും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്കറിയാവുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ചെയ്താലും എന്ത് തന്നെയാണെങ്കിലും എത്ര പണം ഉണ്ടാക്കിയാലും
മനുഷ്യൻ്റെ ഉള്ളിലുള്ള മനുഷ്യത്വവും നിലവാരവും എന്ന് പറയുന്ന സാധനത്തിനൊക്കെ വലിയ മൂല്യമാണ്. അത് പണം കൊടുത്താൽ കിട്ടത്തില്ല അല്ലേ? അറിവും വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനങ്ങൾ അത് പണം കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫൈസലൊന്ന് മനസ്സിലാക്കുക, ഈ രണ്ട് സാധനങ്ങളും ഒരിക്കലും നിനക്കൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തിടത്തോളം കാലം സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ അത് നീ കണ്ടിട്ടുള്ള ആർക്കും ഇതുണ്ടാവില്ല. കാരണം നിന്റെ കൂട്ടത്തിലുള്ളവരെല്ലാം വലിയ ബിസിനസ്മാൻമാരാണ്. പണം എങ്ങനെ ഉണ്ടാക്കാം, ഇന്ന് എത്ര രൂപ ഉണ്ടാക്കാം, നാളെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് ചിന്തിച്ച് നടക്കുന്നവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും അങ്ങനെ ആയതുകൊണ്ട് തന്നെയും നിങ്ങൾ എന്തോ വലിയ മറ്റതാണെന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ കാണും. പക്ഷേ ഈ ഒരൊറ്റ പോസ്റ്റോട് കൂടി മലബാർ ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ചിന്താഗതി എന്താണെന്നുള്ളതും ഇവനെ പോലെയുള്ള സമൂഹത്തിലുള്ള ഇങ്ങനത്തെ ചിന്താഗതി ഉള്ളവന്മാർ അവരെയൊക്കെ മാറ്റി നിർത്തണമെന്നുള്ളതൊക്കെയാണ് ഞാൻ പറയുന്നത്. അവൻ പറഞ്ഞത് തെറ്റായി പോയെന്നുള്ളതും അവന് മനസ്സിലായതുകൊണ്ട് തന്നെയും അവൻ്റെ പോസ്റ്റ് മുക്കി. എത്ര വലിയ പിടിപാടുള്ളവനാണ്, എന്തെങ്കിലുമൊക്കെ എനിക്കെതിരെ ഇനി ചെയ്തേക്കാമെന്നൊക്കെ എനിക്കറിയാം. എന്നിരുന്നാൽ തന്നെയും തോന്നിവാസം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയും. അത് അവർ സ്നേഹിച്ച് പോകുന്നതിൽ എന്താണ് തെറ്റ്? എന്താണ് ഇത്ര ക്രിമികടി? അവർ ജീവിച്ച് പൊക്കോട്ടെ. ജനങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് മുഖവിലേക്ക് എടുക്കുന്നത്? നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ടോ? നിങ്ങളൊരാണാണോ? നിങ്ങൾക്ക് ആണത്തമുണ്ടോ? ധൈര്യമുണ്ടോ? ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള വൃത്തിയുടെ തീരുമാനങ്ങൾ എടുക്കാനോ ഇങ്ങനത്തെ മെഴുകലുമായിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ വരരുത്. ഇത്രയും വലിയ വാല്യൂ ഉള്ള, ഇത്രയും വലിയ മൂല്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് വന്നിരുന്ന് പറയുന്നത് ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ ഈ രീതിയിലുള്ള ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകളുടെ മനസ്സിലും ഇതേ ചിന്താഗതികൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്തായാലും അവർക്ക് ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെ വിളിച്ച് വരുത്തിയെടുത്ത് അവരങ്ങോട്ടേക്ക് പോയി, അതാണ് അവർ ചെയ്ത തെറ്റ്. വിളിച്ചെടുത്ത് പോകാൻ പാടില്ലായിരുന്നു. ഇതിലും ഭേദം വേറെ ഏതെങ്കിലും പാവങ്ങളുടെ വീട്ടിൽ പോയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ വീട്ടിൽ പോയാലും കുഴപ്പമില്ലായിരുന്നു. ഇത് പണം കയറി തലയ്ക്ക് പിടിച്ചതിൻ്റെ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോന്നിവാസമാണ് നമ്മൾ കാണുന്നത്. താൻ തോന്നിത്തരം ഇതൊക്കെ എന്തായാലും ചോദ്യം ചെയ്യും. ജനങ്ങളുടെ അടുത്തിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാരുടെ കപട മുഖങ്ങൾ വലിച്ചു കീറപ്പെടുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.